തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിൽ പോലീസ് ട്രെയിനി ആനന്ദ് തൂങ്ങിമരിച്ച കേസിൽ പോലീസ് റിപ്പോർട്ട് തള്ളുകയാണ് കുടുംബം. ക്യാമ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കൊടിയ പീഡനങ്ങളാണ് മകന്റെ മരണത്തിന് കാരണം എന്നാണ് അമ്മ ചന്ദ്രിക പറഞ്ഞത്. ക്യാമ്പിൽ ജാതീയ പീഡനം നടന്നിട്ടില്ലെന്നും ആനന്ദ് വിഷാദരോഗത്തിന് അടിമയായിരുന്നു എന്നുമാണ് പോലീസിന്റെ റിപ്പോർട്ട്. ക്യാമ്പിൽ വീഴ്ചയുണ്ടായോ എന്നതിൽ ബറ്റാലിയൻ DIG അരുൾ B കൃഷ്ണയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കും. ആനന്ദിന്റെ മരണം ആദ്യം അന്വേഷിച്ച പേരൂർക്കട പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പോലീസ് ക്യാമ്പിൽ മാനസിക പീഡനമോ മർദ്ദനമോ ഉണ്ടായിട്ടില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. ഈ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് ആനന്ദിന്റെ കുടുംബം. കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾ ഉണ്ടായിട്ടും മകൻ പിടിച്ചു നിൽക്കുകയായിരുന്നുവെന്ന് മാതാവ് ചന്ദ്രിക. രണ്ട് കയ്യിലായിട്ട് 5 സ്റ്റിച്ച് ഉണ്ട്. ഞാൻ പറഞ്ഞു 5 സ്റ്റിച്ചാ, അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, പൂരം പറഞ്ഞെന്നല്ലേ പറഞ്ഞത്. ഇല്ല 5 സ്റ്റിച്ച് ഉണ്ടാവാം, നിങ്ങളടുത്തൊന്നും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, അവിടെ നിന്ന് ആരും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, അവിടെ ആരും പറഞ്ഞില്ല. പേരൂർക്കട പോലീസ് കുറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്ന് സഹോദരൻ അരവിന്ദ്. അവരവരെ സംരക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. നമുക്ക് പോയത് എൻ്റെ ഒരു ജീവനല്ലേ, അതുകൊണ്ട് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അവരെ സംരക്ഷിക്കുക, നമുക്ക് ഒരു ഇതുമില്ല. ആനന്ദ് വിഷാദ രോഗത്തിന് അടിമയായിരുന്നു എന്നും ട്രെയിനിങ്ങിനിടെ ആനന്ദ് മാനസിക സമ്മർദ്ദത്തിൽപ്പെട്ടു എന്നുമാണ് പോലീസ് റിപ്പോർട്ട്. ക്യാമ്പിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നതിൽ ബറ്റാലിയൻ DIG അരുൾ B കൃഷ്ണയുടെ മേൽനോട്ടത്തിൽ വനിതാ ബറ്റാലിയൻ കമാൻഡ് അന്വേഷിക്കും. അടിയന്തരമായ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ADGP S ശ്രീജിത്തിന്റെ നിർദ്ദേശം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.